അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്താ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ആ മേമുണ്ട്, പിന്നെ ആ മോന് പോയിട്ടില്ല കേട്ടോ. മോന് നാളെ സ്കൂളുണ്ട്. നാളെ പോവോ? സ്കൂളിൽ പോകണ്ട. അവൻ്റെ അമ്മ ഇവിടെ ഇല്ല, അവൻ്റെ അമ്മ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞില്ലേ, ബ്ലഡ് ഇല്ലാണ്ട് അഡ്മിറ്റാണ്. അപ്പോൾ മേമതാ ഞങ്ങളിവിടെ രാവിലെ ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി. അമ്പലത്തിൽ പോയി വന്ന് 10 മണി 10:15 കേട്ടോ എത്തിയപ്പോൾ. എന്നിട്ട് ഞങ്ങളത് ചായയൊക്കെ കുടിച്ച് ചപ്പാത്തി ഉണ്ടാക്കിയായിരുന്നു. ചപ്പാത്തി ഉണ്ടാക്കി ചായ കൂടിയൊക്കെ കഴിഞ്ഞ് എന്താ ആലോചിക്കണേ? ഇരിക്കുകയാണ്. അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ചിക്കനൊക്കെ ഉണ്ടാക്കണം. ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ മേമതിലേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളി, തക്കാളി, അതല്ല ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം 12 മണിയായി ഭക്ഷണം കഴിക്കേണ്ട സമയമായി. പക്ഷെ ഞങ്ങൾ 10:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ ഇതാക്കിയത് രാവിലത്തെ കഴിച്ച്. അമ്പലത്തിലൊക്കെ പോയി. പുഴയൊക്കെ നല്ല തൂതപ്പുഴ കേട്ടോ. തൂതമ്പലത്തിലാണ് പോയത്. അവിടെ നല്ല വെള്ളം. പുഴയൊക്കെ വിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിൽ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലാവസ്ഥ ഒരു മൂടലിട്ട് അപ്പോൾ ഇപ്പോൾ ഒരു മഴ പെയ്ത് പോയി. കറിയൊക്കെ വയ്ക്കണം. ഞാൻ കാണിച്ചു തരാം. നമ്മളവിടെ അടുക്കളയിൽ അവിടെ ഇങ്ങനെ തിരുമ്പലൊന്നും കഴിഞ്ഞില്ല കേട്ടോ. തിരുമ്പാനുണ്ട്, പക്ഷെ ഇതൊക്കെ ആയിട്ട് തിരുമ്പണമെന്ന് വെച്ചിട്ട്. ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതാണ്ടോ ചിക്കനൊക്കെ മസാല വരട്ടി വെച്ചു. പിന്നെ ഈ ചിക്കൻ കുറച്ച് നമ്മുടെ എല്ലില്ലാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടൊരു സ്പെഷ്യൽ ഉണ്ടാക്കണം വെച്ചിട്ട്. പിന്നെ ഇതാ ഒക്കെ ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കണം. അപ്പോഴേക്കും ചോറ് ഞാൻ പുറത്തടുപ്പത്താട്ടോ. ചോറാവണേ ഉള്ളൂ. എന്തായാലും വഴുകിയതല്ലേ വെച്ചിട്ടേ. അപ്പോൾ അതാവണേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കാലാവസ്ഥ ഉണ്ടോന്ന് എങ്ങനെയാണ്? മഴ പെയ്തൊന്നും പോയി. ഇന്നൊരു മൂടലാണ്. അപ്പോൾ വേഗം തുടങ്ങട്ടെ. തീരുമാനമുള്ള കട വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് തുടങ്ങാൻ വെച്ചിട്ട് നോക്കാം. അടുപ്പ് വല്ലാണ്ട് പുകയുണ്ട്. അത് നേരെ അടുക്കളയ്ക്കാണ്. അപ്പം ഞങ്ങൾ ഉണ്ടാക്കാൻ നോക്കട്ടെ കേട്ടോ. മേമ വന്നോണ്ട് ഒരാളായി. മോനോടെ അടുക്കള ഇത് വേഗം ഉണ്ടാക്കട്ടെ. ഞാനേ ഇന്ന് മക്കളില്ലാത്തോണ്ട് ഇവിടെ മറ്റേ ഇവരാ വീഡിയോ എടുത്താലൊക്കെ. പിന്നെ 12:30 ആവാറായി. അപ്പം എന്നാൽ ചിക്കനെ വെക്കാച്ചിട്ട് ഇതാ ഉള്ളി വെല്ലുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മേമ. അപ്പം എന്നാൽ ഇത് വെച്ചിട്ട് അതിലേക്ക് ഇട്ടെ. വേഗമാവും. ഗ്യാസിൻ്റെ ആവുമ്പോൾ വേഗമാവും. തക്കാളി ഇല്ല. തക്കാളി കുറച്ച് കഴിച്ചിട്ടില്ല. അമ്മൊന്നും ഇവിടെ ഇല്ല. അമ്മക്ക് എന്താ പറയാ, അവർക്ക് കോളേജിൽ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടേ ഓളാണ് ഡാൻസ് പഠിപ്പിക്കുന്നത്. ഡാൻസ് മക്കളെ പറമ്പ് പോയല്ല. അപ്പോൾ അവിടെ എത്തിയിട്ടില്ല. വേഗം വരുന്നൊക്കെ പറഞ്ഞ് പോയതാണ്. ഓളാ പറഞ്ഞും കൂടെ പോയത്. അപ്പൂസ് രാജനും കൂടെ നമ്മളെ ഇവിടേക്കേ പെരിന്തൽമണ്ണ പോയിരുന്നു. അവിടെ ഇപ്പോൾ രശ്മി ആശുപത്രിയിലല്ലേ. അപ്പോൾ അവിടെ പോയിട്ടൊന്ന് കണ്ടുപോരാച്ചിട്ട്. അപ്പോൾ ഞാൻ പോയിട്ടില്ല. ഇനിയിപ്പോൾ നാളെ ഇടിച്ചാൽ ആളുണ്ടാവും. നമ്മൾ ഈ പനിയും ചുമയൊക്കെ ആയിട്ട് അത് പോകുമ്പോഴേ ഗവൺമെൻറ് ആകുമ്പോൾ വേമേ പറയും. ഞാനിവിടെ തക്കാളി അരിഞ്ഞ് വരികയാണ്. അപ്പോൾ പോയിട്ടില്ല. തക്കാളി ഒക്കെ വാട്ടിയിട്ടേ വേഗം എന്നത്തെ പോലെ നമ്മൾ മല്ലിയും വറുത്ത് വെച്ചിട്ടുണ്ട്. നാടൻകറി വെക്കാണ്. അപ്പം ഇത് ചൂടാറിയിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ചേർക്കണം. അപ്പോൾ അതേപോലെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതൊക്കെ നമ്മളെപ്പോഴും വെക്കുന്ന പോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി വേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പം വേഗം ഒക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ഞാൻ ആ സ്പെഷ്യൽ പറഞ്ഞില്ലേ, അതെന്താ അറിയോ? നമ്മുടെ കാന്താരി ഇല്ലേ, ഇത് കണ്ടോ ചിക്കനിൽ
മറ്റേ കാന്താരി മുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പെരിഞ്ചീരകം കൂടെ കൂട്ടിയിട്ടുണ്ടോ മേമ? മല്ലിച്ചപ്പ് നമ്മുടെ ആഫ്രിക്കൻ മല്ലില്ലേ അവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാ എടുത്തത്. മറ്റേ മല്ലിച്ചപ്പ് ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കോൺഫ്ലവർ കൂട്ടി, അതുപോലെ കോഴിമുട്ട, അങ്ങനെ കോഴി മുട്ട ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുട്ടയും കൂടെ കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തിരുമ്മിയിട്ട് അത് 5 മിനിറ്റ് എത്ര മിനിറ്റ് വെച്ചാൽ വെക്കാച്ചിട്ടേ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരത്തേക്ക് പിടിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ കറി ഉണ്ടല്ലോ, കറി ഇവിടെ അടുപ്പത്ത് വെച്ചു. എന്താ നല്ല കറി അതാവട്ടെ. ഇനിയിപ്പോൾ ഇവർ വന്നിട്ടില്ല, വരുന്നുണ്ടാവും, ഉണ്ണാനാകുമ്പോഴേക്കും എത്തുണ്ടാവും. അപ്പം അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് വറുത്തിട്ട് കാണിക്കാം കേട്ടോ, എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ. സമയം എത്രയും അറിയോ? 2 മണിയാവാനായിട്ടോ. അപ്പോൾ ചോറുണ്ടാൻ വേണ്ടിയിട്ട് രാജേൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചോറ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആ സ്പെഷ്യൽ പറഞ്ഞില്ലേ, നമ്മുടെ സ്പെഷ്യൽ മറ്റേ കാന്താരി ചിക്കൻ ഫ്രൈ, ഞാനതൊന്നും എടുത്തത് പേർക്കുണ്ട്. അതുണ്ട്, നമ്മുടെ ചിക്കൻ കറി ഉണ്ട്, നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി. പിന്നെ മീൻ കറി കേട്ടോ, ഇന്നലത്തെയാണ്, ചൂടാക്കിയതാണ്. മീൻ കറി ഉണ്ട്. അപ്പം ഇനി ഞങ്ങൾ ചോറുണ്ടട്ടെ. മോനത്തിന് അവിടെ ഇരുന്ന് കഴിച്ചുള്ളൂ. ഓരേ ഫസ്റ്റ് കൊടുത്തു ഞങ്ങള്. അപ്പം അവന് ചോറ് മതിയാക്കിയോ? അവനെ മതിയാക്കി. ചിക്കനൊന്നും വലിയ കൊടുത്തില്ല, കൈ കഴിക്കും അവിടെ ഉണ്ട്. അപ്പം ഇനി മേമി ഞങ്ങളൊക്കെ ചോറുണ്ടട്ടെ. ചോറുണ്ടാ ശരി. കുറച്ചു നേരം ഒന്ന് കിടന്നു, നല്ല മഴയായിരുന്നു. നമ്മൾ ചോറും കഴിയുമ്പോൾ തന്നെ 2:30 ആയില്ലേ. അപ്പോൾ കുറച്ച് നേരം കിടന്നു. തിരുമ്പല കഴിഞ്ഞില്ല കേട്ടോ. ഞാനും മേമേ രാജേട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു. മോനും ഉറങ്ങി നീട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചായക്ക് വെള്ളം വെച്ചു. അപ്പം എന്നാല് നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ടേ ചെറിയ പീസായിട്ട് ചെറിയ പഴംപൊരി പോലെ ഉണ്ടാക്കാൻ ചേട്ടാ. കടലപ്പൊടി ഇല്ല, അപ്പം ഞാനുള്ള മൈദ ഉണ്ടായിരുന്നു. അപ്പം അതും കുറച്ച് ശർക്കര ചേർത്തതല്ലേ, എന്നിട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇല്ല, അതിട്ടിട്ട് അതുപോലെ മിക്സ് ചെയ്ത് വെച്ചു. നമ്മൾ എണ്ണ അവിടെ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അല്ലാണ്ട് എല്ലാ സാധനമൊന്നും ഇല്ല, എന്നാലും ഉള്ളത് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റല്ലേ. അപ്പോൾ അതിങ്ങനെ ചെറിയ കുഞ്ഞു പഴം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ചെറിയത് കേട്ടോ, വലിയ പഴംപൊരിയില്ല, ചെറുത് കുഞ്ഞു പഴംപൊരി. നമ്മൾ ചായക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ രസമല്ലേ. അപ്പം ഇതൊക്കെ ഉണ്ടാക്കട്ടെ. നമ്മളേ 3 പഴം ഉണ്ടായിരുന്നു കേട്ടോ. ആ 3 പഴം കൊണ്ട് ഒരു പ്ലേറ്റ് നിറയെ പഴംപൊരി ഉണ്ടാക്കി. കുഞ്ഞു പഴംപൊരിയാണ്. എന്നാലും നമുക്ക് 4 മണി ചായക്ക് ഭയങ്കര തണുപ്പല്ലേ. മേമക്ക് തണുത്തിട്ടിരിക്കണുണ്ടോ? കുറച്ച് നേരത്ത് കിടന്നു, അപ്പം ഒരു തണുപ്പ്. അപ്പം ഞങ്ങൾ ഇനി ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കട്ടൻ ചായ. അപ്പം എന്നാൽ അമ്മൂട്ടി എത്തിയിട്ടില്ല കേട്ടോ. അമ്മൂപ്പനി വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കട്ടൻ ചായ നേരാകുമ്പോൾ ഒരു പതിവാ അത് കട്ടൻ ചായ. അപ്പോഴും കേട്ടോ ചായ അമ്മൂണിട്ടോ. അപ്പം അതാ ചായ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നില്ല, അവൻ അമ്മൂനെ മാറ്റി വെച്ചതാ. ചായ കുടിക്കാം. ഇവിടെ ഇരിക്കാം. ഞങ്ങൾ ചായ കുടിക്കട്ടെ. ചേട്ടാ ചേമ്പ് പറക്കണ്ടേ, എന്താ പറയാ, പന്നിയോള് ഇവിടെ കണ്ട കാടല്ലേ, നല്ല കാടാണ്. അപ്പോൾ പന്നിയാള് വന്നിട്ട് ഇവരുടെ ചേമ്പൊക്കെ പറിച്ചിട്ടുണ്ടോ. ആയിഷതാത്താൻ്റെ വീട്ടിലാട്ടോ. അപ്പോൾ വിളക്ക് വയ്ക്കല കഴിഞ്ഞപ്പോഴാണ് പന്നി പറഞ്ഞു. അപ്പം എന്നാൽ വേഗം വന്നു. അതൊക്കെ നല്ല ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പറക്കട്ടെ കേട്ടോ, കാണിച്ചു തരാം. അവിടെയൊക്കെ നല്ല വഴുക്കല.
ഭയങ്കര വഴക്കല് ഞാനേ കുത്തനെ ശീശിൽ പോകും. എന്താ വെച്ചിട്ടറിയോ ഇവിടെ കിടന്നേ ഇവിടെ ഇരിക്കാല്ലേ നമ്മളേ അവരവിടെ പന്നിയോള് ചേമ്പ് ഇങ്ങോട്ട് മാന്തിയിട്ടേ പക്ഷെ ഉണ്ടാവണേ ഉണ്ടെന്നാലും കുറച്ച് കിട്ടി ചെറിയമ്പിന്റെ വിത്തായിരുന്നു. ഇതുണ്ടാ ഇതെന്താ അറിയോ മുളക് കാന്താരി മുളക് പറിച്ചു തന്നതാ. നല്ല വെള്ള കാന്താരി ഇത് വെച്ചിട്ട് നമ്മള് ചമ്മന്തി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അയ്യോ വയ്യ. അപ്പോൾ അവർ വന്ന് വിളിച്ചപ്പോഴേ പിന്നെ ഒരു വേറെ സാധനം കൊണ്ടുവന്നേ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഇതാ അവർ കൊണ്ടുവന്നത് നമ്മുടെ എന്താ പറയുക പൂവമ്പഴം നല്ല ടേസ്റ്റാണ് ഇട്ടത്. അതുപോലെ കറമൂസ ഉണ്ടായിരുന്നു. മേടിക്കുന്ന കറമൂസല്ലേ പപ്പായ കടയിൽ നിന്ന് മേടിച്ചതാ. അപ്പോൾ അതൊക്കെ പാടാൻ അവർ കൊണ്ടുവന്നതാണ്. അവരോട് ഒറ്റയ്ക്കുള്ള അവരുടെ മക്കളെ മോളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ട് ഒറ്റയ്ക്കാണ്. അപ്പം ഞാനും മേമയും കൂടെ ഒന്നും നടക്കും ചെയ്യാച്ചിട്ട് ഇവിടെ തന്നെ ആയിരുന്നല്ലേ. തിരുമ്പല കഴിഞ്ഞ് മേലൊഴുകി വിളക്ക് വെച്ചു. രാജേട്ടനും അപ്പവും കൂടെ മോനുവിനെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ സ്കൂളുള്ളതല്ലേ. ആ കൊടുത്തു വാങ്ങ കൊടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ വെച്ചിട്ട് ഞാൻ ഉണ്ടാതിരുന്നേ. ഞങ്ങൾ പറയും വാങ്ങ കൊടുക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ മധുരട്ടത് നല്ല പൂവമ്പഴം ഇങ്ങനെ തൊലിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കഴിക്കുക. ഒരു പഴം ഒരു വായിക്കുള്ളൂ. കുഞ്ഞു കുഞ്ഞു പഴല്ലേ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്തോ കൊണ്ടുവന്നിരുന്നു. ഇനിയിപ്പോൾ മോനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നാളെ സ്കൂളിലതല്ലേ. ഇത് ചോറൊന്നും വെക്കുന്നുണ്ട്. ചോറൊക്കെ ഉണ്ട്. ചോറ് നമ്മുടെ ഉച്ചക്കത്തെ സ്പെഷ്യൽ ചിക്കൻ കറിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സൺഡേ അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം എപ്പോഴും ഞങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാവാനുള്ളൂ. പ്രാവശ്യം മേമയും കൂടെ വന്നു. എല്ലാവർക്കും അറിയാം നമ്മൾ വീഡിയോയിലൊക്കെ ഞാനും അങ്ങനെ ആരും അങ്ങനെ കാണലില്ല. അപ്പം മേമയും കൂടെ വന്നുകൊണ്ട് പ്ലസ് സൺഡേ അടിപൊളിയായി. ഇനിയിപ്പോൾ നാളെ എല്ലാവരും സ്കൂളിലേക്ക് പോവുക, അതുപോലെ ജോലിക്ക് പോവുക, അങ്ങനെയൊക്കെയല്ലേ. മേമയ്ക്ക് നാളെ രാവിലെ 6 മണിക്ക് പോകണം പറയുന്നുണ്ട്. ആ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ ഇനി ഇടയ്ക്കൊക്കെ മേമങ്ങനെ വരും കേട്ടോ. വരുമ്പോൾ കാണാൻ. അപ്പം ഇന്നത്തെ വിശേഷം നിർത്താം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.